ബുൾഡോസർ രാജിനെതിരെ സുപ്രീം കോടതി. വീട് പൊളിച്ച് ശിക്ഷ നടപ്പാക്കാനാകില്ല എന്ന് കോടതി വ്യക്തമായി പറഞ്ഞു. ഭരണകൂടത്തിലെ ജഡ്ജിയാകാനാകില്ല. കുറ്റം ആരോപിച്ച് ഒരാളുടെ സ്വത്ത് നശിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നും നിയമം കയ്യിലെടുത്താൽ സർക്കാരും കുറ്റക്കാരാകുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഇങ്ങനെ സുപ്രീം കോടതി തന്നെ ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ച ബുൾഡോസർ രാജ് ഇങ്ങ് ദക്ഷിണേന്ത്യയിൽ നടപ്പാക്കിയിരിക്കുകയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ. കോൺഗ്രസ് സർക്കാരോ എന്ന് ചോദിച്ച് മൂക്കത്ത് വിരൽ വെക്കണ്ട, കോൺഗ്രസ് സർക്കാർ തന്നെ. സിദ്ധരാമയ്യയുടെയും DK ശിവകുമാറിന്റെയും അതേ കോൺഗ്രസ് സർക്കാർ. കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയാണ് ബംഗളൂരുവിലെ കൊഗിലു വില്ലേജിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ന്യൂനപക്ഷ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഏതാണ്ട് 600ഓളം പേരുടെ വീടുകൾ കർണാടക സർക്കാരിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയത്. ഖരമാലിന്യ സംസ്കരണ പദ്ധതിക്കായി നീക്കിവെച്ചിരിക്കുന്ന സർക്കാർ ഭൂമി കയ്യേറി വീടുകൾ സ്ഥാപിച്ചു എന്നാരോപിച്ചായിരുന്നു ഇടിച്ചു നിരത്തൽ. ഏതാണ്ട് 3000ഓളം പേരാണ് ഇതേ തുടർന്ന് ഭവനരഹിതരായത്. കൊടും തണുപ്പിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പിന്നീട് കഴിഞ്ഞു കൂട്ടിയത് സമീപത്തെ സ്കൂൾ ഗ്രൗണ്ടിൽ. ഇടിച്ചു നിരത്തുന്നവരെ ഇത് സംബന്ധിച്ച് ഒരു മുന്നറിയിപ്പും ലഭിച്ചിരുന്നില്ല എന്ന് കുടിയിറക്കപ്പെട്ടവർ പറയുന്നു. ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് രേഖകൾ എന്നിവ ഉൾപ്പെടെയുള്ള രേഖകൾ എടുക്കാൻ അനുവാദം ലഭിക്കാതെയായിരുന്നു ഇവരുടെ വാസസ്ഥലങ്ങൾക്ക് മേൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ കയറ്റിയത്. കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈര ഗൌഡയുടെ മണ്ഡലത്തിലായിരുന്നു ഈ ക്രൂരത അരങ്ങേറിയത്. തങ്ങളുടെ പരാതികൾ കേൾക്കാൻ പോലും മന്ത്രി തയ്യാറായില്ല എന്ന് ഈ താമസക്കാർ തന്നെ പറയുന്നു. 30 വർഷത്തിലേറെയായി ഈ പ്രദേശത്ത് താമസിക്കുന്നവരാണിവർ. ഇവർക്കെല്ലാം ഇവിടെ വോട്ടവകാശമുണ്ട്. ബാങ്ക് വായ്പകൾ ഉൾപ്പെടെയുള്ള പലർക്കും അവരുടെ വിലപിടിപ്പുള്ള രേഖകൾ നഷ്ടമായി. വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടവരും നിരവധി. മുമ്പ് UPയിലും മധ്യപ്രദേശിലും ഡൽഹിയിലുമൊക്കെ BJP സർക്കാരുകൾ സമാനമായ രീതിയിൽ ബുൾഡോസർ രാജ് നടപ്പിലാക്കിയപ്പോൾ അതിനെ എതിർത്തിരുന്ന കോൺഗ്രസ് തന്നെ ഇപ്പോൾ സ്വന്തം സംസ്ഥാനത്ത് അതേ പ്രവൃത്തിയിലൂടെ അതിനേക്കാൾ വലിയ ഭീകരത സൃഷ്ടിക്കുന്നു. അതായത് BJP തുടങ്ങി വെക്കുന്നത് കോൺഗ്രസ് തുടർന്നു കൊണ്ടുപോകുന്നു. ഇതാണ് വർത്തമാനകാലത്ത് നാം കാണുന്ന യാഥാർത്ഥ്യം.